അഞ്ചലിൽ പുതുവത്സര ദിനത്തിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം സമീപവാസിയുടെ കിണറ്റിൽ നിന്നും കണ്ടെത്തി. അഞ്ചൽ സ്വദേശി സുനുവിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പുതുവത്സര ദിനത്തിൽ രാവിലെ മുതലാണ് സുനുവിനെ കാണാതായത്. ബന്ധുക്കളും നാട്ടുകാരും അഞ്ചൽ പോലീസും നടത്തിവന്ന അന്വേഷണത്തിനൊടുവിൽ സമീപവാസിയുടെ വീട്ടിലെ കിണറ്റിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി. പെയിന്റിംഗ് തൊഴിലാളിയായിരുന്നു സുനു. എങ്ങനെ ഇത് സംഭവിച്ചു എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. ഇവിടെ നാട്ടിലൊക്കെ അറിയപ്പെടുന്നൊരു പയ്യനായിരുന്നു. ന്യൂ ഇയർ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇവിടെ ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിപ്പോയി. കിണറ്റിൻ്റെ സൈഡിലിരുന്നതായിരിക്കും. തലയിടിച്ചിട്ടുണ്ട്. കയ്യിൽ നല്ല മുറിവുണ്ട്. ഇവിടെ എല്ലാവരും നല്ല ഉച്ചയോടുകൂടിയ കണ്ടത്. മറ്റു കാര്യങ്ങൾ പോലീസുകാർ അറിയിക്കുന്നത്. രാവിലെയാണ് അദ്ദേഹത്തെ കാണാനില്ല എന്നുള്ള ശ്രദ്ധയപ്പെടുന്നത്. അപ്പോൾ അതനുസരിച്ച് തിരക്കിയും പിന്നെ പോലീസ് പരാതിപ്പെടുന്നു. പോലീസ് അന്വേഷണമൊക്കെ നടത്തിക്കൊണ്ട സമയത്താണ് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു വീട്ടിൽ കിണറ്റിനുള്ളിൽ ഇതിനെ കണ്ടെത്തി. ഇപ്പോൾ ഫയർഫോഴ്സ് വന്നു ബോഡി എടുത്ത് പോലീസ് അതിൻ്റെ മെയിൻ റോഡിലൊക്കെ സ്വീകരിച്ച് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അതാണ് അതിലുള്ള സാഹചര്യം. സുനുവിനെ കാണാതായതു മുതൽ അഞ്ചൽ പോലീസിൽ ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു. മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെ പുനലൂരിൽ നിന്ന് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി. പുറത്തെടുത്ത സുനുവിന്റെ മൃതദേഹം അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതനുസരിച്ച് അഞ്ചൽ പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. ജനം, കൊല്ലം.